ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ലക്ഷ്മിയാണ്. ഞാൻ ഒരു പീഡിയാട്രീഷ്യനാണ്. MBBS പഠിച്ച ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഇപ്പം പീഡിയാട്രിക്സിൽ PG ചെയ്യുകയാണ്. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂരിൽ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നാൽ, നമ്മൾ ഒരു പ്രഗ്നൻസി ടൈമിൽ മസ്റ്റായിട്ട് എടുക്കേണ്ട സ്കാൻസ് ഏതൊക്കെയാണ്, അൾട്രാസൗണ്ട്സ് ഏതൊക്കെയാണ്? 4 സ്കാനാണ് നമ്മൾ മസ്റ്റായിട്ട് എടുക്കേണ്ടത്. അതിൽ ഒന്നെന്ന് പറയുന്നത് 6 to 8 വീക്സിൽ എടുക്കുന്നത്, അതാണ് നമ്മുടെ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയുന്നത്. ഡേറ്റിംഗ് സ്കാൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഡേറ്റിംഗ് സ്കാൻ നമ്മുടെ യൂട്രസിൻ്റെ അകത്ത് കുട്ടിയുടെ പൊസിഷൻ, അതായത് ഒരു കുട്ടി ഉണ്ടാകുന്നത് യൂട്രസിൻ്റെ പല ഭാഗത്താണ്. യൂഷ്വലി ആ ക്യാവിറ്റിയുടെ അകത്താണ് കറക്റ്റായിട്ട് ആ കുട്ടി ഉണ്ടാവേണ്ടത്. ചിലപ്പോൾ അത് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും, മറ്റ് സ്ഥലങ്ങളിലായിരിക്കും, അതായത് നമ്മുടെ ഫലോപ്പിൻ ട്യൂബ് വേറെ ഏതെങ്കിലും പൊസിഷനിലായിരിക്കും. അപ്പോൾ അത് നമുക്ക് അറിയണം കറക്റ്റ് പൊസിഷനല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ ട്വിൻസ് ആണോ അതോ സിംഗിൾ പ്രഗ്നൻസി ആണോ? ഓഫ്കോഴ്സ് നമുക്കറിയാം, ട്വിൻസ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടും. അപ്പം സിംഗിൾ പ്രഗ്നൻസി ആണോ ട്വിൻസ് ആണോ എന്ന് പറയാം. പിന്നെ നമ്മുടെ ബേബിയുടെ കറക്റ്റ് ഒരു നമ്മുടെ എസ്റ്റിമേറ്റഡ് ഡേറ്റ് എന്താണ്, EDD എന്താണെന്നുള്ളത്, അതായത് നമ്മുടെ ഡെലിവറി ഡേറ്റ് എന്താണെന്നുള്ളത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ ഡേറ്റിംഗ് സ്കാൻ, ഫസ്റ്റ് സ്കാനിൽ കൂടെയാണ്. മസ്റ്റായിട്ട് ആദ്യം നമ്മളെടുക്കേണ്ടതാണ് ഡേറ്റിംഗ് സ്കാൻ. അത് നമ്മളെടുക്കേണ്ടത് 6 to 8 വീക്സ്, 6 മുതൽ 8 ആഴ്ച ഉള്ളപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. രണ്ടാമത്തെന്ന് പറയുന്നത് MT സ്കാൻ, അല്ലെങ്കിൽ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ. അത് എടുക്കുന്നത് യൂഷ്വലി ഒരു 11 to 14 വീക്സിൻ്റെ ഇടയിലാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം പല ജനിതക അസുഖങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്ന്, അല്ലെങ്കിൽ മോർ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒന്നായിരിക്കും, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ഈ MT സ്കാനിൽ നമുക്ക് ഒരു ആ അമ്മയുടെ വയറ്റിലുണ്ടാകുന്ന ബേബിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലേ എന്ന് ഒരു ഇൻഡിക്കേഷൻ തരുന്ന ഒരു സ്കാൻ കൂടിയാണ് MT സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി MT എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അത് നോർമലാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് അതിൻ്റെ റിസ്ക് അസസ് ചെയ്യുന്നത്. പിന്നെ ആ സമയത്ത് ഒരു ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റൂടെ നമുക്കിതിൻ്റെ റിസ്ക് നോക്കാൻ വേണ്ടി ഇപ്പം മിക്ക ഡോക്ടേഴ്സും പറഞ്ഞു കൊടുക്കാറുണ്ട്, അതും ചെയ്യാറുണ്ട്. പിന്നെ മൂന്നാമത്തെ സ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ അനോമലി സ്കാനാണ്. അനോമലി സ്കാൻ എടുക്കുന്നത് ഒരു 20 വീക്സൊക്കെ അടുപ്പിച്ചാണ്. അതായത് ബേബിക്ക് എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ. അപ്പം ഒരു 20 വീക്സൊക്കെ ആകുമ്പോൾ ബേബിയുടെ എല്ലാ ഓർഗൻസും ഓൾമോസ്റ്റ് ഫോം ആയിട്ടുണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന്, അനോമലി അമ്മയുടെ വയറ്റിലുള്ള ബേബിക്ക് എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ എന്ന് നേരത്തെ അറിയാൻ പറ്റുന്നതാണ് അനോമലി സ്കാൻ. പിന്നെയുള്ള ലാസ്റ്റ് ഗ്രോത്ത് സ്കാൻ. അത് ഡേറ്റ് അടുപ്പിച്ചൊരു 36 വീക്സിലൊക്കെയാണ് ചെയ്യുന്നത്. അത് ബേബിയുടെ ഗ്രോത്തും എല്ലാം ഓക്കെ അല്ലേ എന്ന് നോക്കുന്നൊരു ലാസ്റ്റ് സ്കാനാണ് ഗ്രോത്ത് സ്കാൻ എന്ന് പറയുന്നത്. സോ യൂഷ്വലി നമ്മൾ 4 സ്കാനാണ് എടുക്കുക. അപ്പോൾ എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാരും ഈ 4 സ്കാൻ ഒരിക്കലും മിസ്സാക്കരുത്.